ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ വെറൈറ്റി ദോശ വീക്കിലെ രണ്ടാമത്തെ ദോശ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ ദോശയാണ്. അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ടൊമാറ്റോ അതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ചൊരു 2-3 വെളുത്തുള്ളി, ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ 2 വറ്റൽമുളകും, കുറച്ച് കായത്തിൻ്റെ പൗഡറും, ഉപ്പും. കായപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മളുടെ സാധാ ദോശമാവ് ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ടൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്നുകിൽ ഇതുപോലെ ജീരകമായിട്ട് ഈ ഒരു ബാറ്ററിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ അരപ്പ് തയ്യാറാക്കില്ലേ, ആ സമയത്ത് അതിലേക്ക് ജീരകത്തിൻ്റെ പൗഡർ ചേർത്തിട്ട് അങ്ങനെ ഒരുമിച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഇനി എന്തായാലും നമ്മളുടെ ആ ഒരു ടൊമാറ്റോ ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ദോശത്തട്ട് വയ്ക്കുക. ചൂടായി വരുമ്പോൾ നമുക്കത് ദോശയുടെ വലുപ്പത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് മൊരിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടൊമാറ്റോ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ തക്കാളിയും ഉള്ളിയും കൂടി ചേർത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നാലെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. സാധാരണ ഉണ്ടാക്കണ ഒരു ചമ്മന്തി അല്ല, വേറെ കുറച്ച് വെറൈറ്റി ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.